നേരെ നമുക്ക് രാജ്ഭവനിലോട്ട് പോവാം. അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിന്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവന്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. ഇവിടെ പ്രശ്നം ഇതാണ്: വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ, കഴുത്ത് ഞെരിച്ച് കൊല്ലണോ? ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. വിയോജനാഭിപ്രായങ്ങളെ, വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിന്റെ ഈടുവെപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല. രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ പോവുക എന്ന അനൗചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജഹംസിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ രാജഹംസ് പ്രകാശനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. മുഖ്യമന്ത്രി ഇപ്പോൾ താൻ പ്രകാശനം ചെയ്ത മാസികയിലെ ലേഖനത്തോട് വിയോജിച്ചുകൊണ്ട് തന്നെയാണ് പ്രസംഗിച്ചിരിക്കുന്നത്. രാജഹംസിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, ലേഖനത്തിൽ രാജഹംസിന്റെ ആദ്യത്തെ പതിപ്പിലുള്ള ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ സർക്കാരിൻ്റെതല്ല. അത് ലേഖനം എഴുതിയ ലേഖകന്റെ മാത്രം നിലപാടായിട്ട് മാത്രം കണ്ടാൽ മതി. രാജഹംസ പ്രസിദ്ധീകരിക്കുന്ന രാജ്ഭവനാണെങ്കിലും അതിൽ വരുന്ന ലേഖനങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്.